നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനാണ് വന്നത് കേട്ടോ. സംസാരിക്കുന്നത് ഇഷ്ടമാണോ? എന്നെ ഇഷ്ടമാണോ ആർക്കെങ്കിലും? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഇനി മുന്നോട്ടുള്ള യാത്രയിലാണ്. ചാനൽ ഞാൻ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ്. റവന്യൂ അല്ലെങ്കിൽ മോണിറ്റൈസേഷനോ ഒന്നും മനസ്സിൽ കണ്ടിട്ടല്ല എൻ്റെ ചാനൽ തുടങ്ങിയത്. വെറുതെ ഞാൻ അന്ന് ജോബൊന്നുമില്ല, ജോബൊക്കെ നിർത്തിയ സമയത്ത് വെറുതെ ഞാനന്ന് വീണാസ് കറി വേൾഡ് അങ്ങനെയൊക്കെയുള്ള വലിയ യൂട്യൂബൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ അവർ പാചകം ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പരീക്ഷ എല്ലാം ചേട്ടനാണേ കഴിക്കുന്നത്. അല്ലെങ്കിൽ ബ്രദർ വരുന്ന സമയമാണ്, ബ്രദറിനൊക്കെ കൊടുക്കും. അവൻ പിന്നെ പണ്ടേ എൻ്റെ പരീക്ഷണത്തിൻ്റെയൊക്കെ ടെസ്റ്ററാണ് കേട്ടോ. അങ്ങനെ പരീക്ഷണമൊക്കെ നടത്തി ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന കാലമാണ് കേട്ടോ. വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടി. അവർക്കതുണ്ടല്ലോ ഇതുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു കേട്ടോ. ചിലപ്പോൾ ചേട്ടൻ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോഴെല്ലാം പരാതിയും പരിഭവങ്ങളൊക്കെ പറയും. ഇപ്പോഴും ഞാനത്ര ഡീസൻ്റൊന്നുമല്ല. അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത്. വെറുതെ തുടങ്ങിയതാണ്. എങ്ങനെ എന്തോന്നും അറിയത്തില്ല, എങ്കിലും അറിയാം എന്തോ അറ്റവും മൂല. നേരത്തെ തൊട്ടേ എനിക്ക് ഇഷ്ടമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, സൗണ്ട് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴേ അങ്ങനെയാണ്. ഞാൻ പണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങും ആനിമേഷനും ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു മേഖലയാണ് കമ്പ്യൂട്ടർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇഷ്ടമാണ്. അന്നൊക്കെ നമുക്കൊരു ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആണ് ഈ യൂട്യൂബിലോട്ട് എത്തപ്പെട്ടത്. അങ്ങനെ ചാനൽ തുടങ്ങി. ഞാൻ അധികം ആരോടും പറഞ്ഞില്ല, കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ആദ്യമേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നെ തുടരെ കുഞ്ഞു കുക്കിങ്ങൊക്കെ ആയിട്ടാണ് ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് ചാനൽ തുടങ്ങിയതിനെ പറ്റിയല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനെ കൊണ്ട് ശ്രമിക്കണം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനോടായിരിക്കും. എനിക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനോട് വലിയ അങ്ങനെ അടുപ്പമൊന്നുമില്ല എപ്പോഴും. പക്ഷേ ഞാൻ എപ്പോഴും അടുക്കളയിൽ തന്നെ പാചകം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ഇപ്പോൾ പാട്ട് പാടാനാണെങ്കിലും TV കാണാനാണെങ്കിലും, ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നു, പല റീലുകളും കാര്യങ്ങളൊക്കെ കാണാനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ നിങ്ങളത് കാണുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത്, നമ്മളെ ഹാപ്പിയാക്കാനൊക്കെ കൊണ്ട് മിക്കവാറും ആരും കാണത്തില്ല. നമ്മൾ വീട്ടു ജോലികളൊക്കെ ചെയ്ത് കുട്ടികളുടെ കാര്യവും ഭർത്താക്കന്മാരുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ഓരോ ദിവസം കഴിച്ചു കൂട്ടുക. അവരും അവരുടെ തിരക്കിലായിരിക്കും മിക്കവാറും. ഹസ്ബൻഡൊക്കെ നമുക്ക് ഓരോ ജോലിയിലൊക്കെ ഏർപ്പെട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയിലുള്ള ടെൻഷൻസൊക്കെ കാണും. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം നമ്മളെ പോസിറ്റീവായിട്ട് വെക്കാനെ കൊണ്ട് ശ്രമിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ, ടെൻഷനുകളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എന്നെ പെട്ടെന്ന് കണ്ടാൽ ആർക്കും അത് മനസ്സിലാകത്തില്ല. കാരണം നമ്മളെ ഒരാൾ കാണുമ്പോഴാണെങ്കിലും നമ്മളിലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവർ നമ്മളോട് സംസാരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അവർക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അല്ല നമുക്ക് ചിലരെ കാണുമ്പോഴേ അവർ നമ്മളുടെ പഞ്ഞവും പരാധീനതയൊക്കെ പറഞ്ഞ് അസുഖമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെയും കൂടെ ഒരു നെഗറ്റീവ് ഇതിലോട്ടാക്കും. അതിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, നമ്മളത് ഷെയർ ചെയ്യുകയും ചെയ്യും. എല്ലാവരോടും ഷെയർ ചെയ്തില്ലെങ്കിലും നമ്മളോട് അത്ര അടുപ്പമുള്ളവരോടൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ നമ്മൾ പൊതുവിൽ എല്ലാവരെയും കാണുമ്പോൾ നമ്മൾ പ്രശ്നമാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. ലൈഫിനും ജോലി ഉണ്ടെങ്കിലും നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കാരണം സാധനങ്ങൾക്കൊക്കെ അതുപോലെ വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ. ചിലരുണ്ട്, ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമാണ് പഠിച്ചത്, ആ ജോലിക്കേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന പലരെയും എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. എല്ലാവർക്കും ഒന്നും ആ ഒരു മേഖലയിൽ സക്സസ് ആകാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ മാന്യമായിട്ടുള്ള ജോലികൾ അന്വേഷിച്ച് പിടിച്ച് ഒരു ജോലിക്ക് പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അവരെ സ്കൂളിൽ അയച്ചിട്ട് നമുക്കും ഒരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ, ഞാനിപ്പം അങ്ങനെയാണ്,
നമുക്കൊരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ വലിയ ശമ്പളം ഒന്നും കിട്ടിയാലും നമ്മുടെ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ തളച്ചിടാതെ നമുക്കും എപ്പോഴും നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണെങ്കിലും വെളിയിലിറങ്ങി നല്ല 4 മനുഷ്യരെ കാണുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു ദിവസം ഇങ്ങനെ കഴിച്ചു കൂട്ടിയാൽ നമുക്കധികം ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതെ നമ്മുടെ ഓരോ ദിവസങ്ങൾ കടന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെപ്പോഴും പ്ലസൻ്റായിട്ടിരിക്കാനെ കൊണ്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ട്, ബി പോസിറ്റീവ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.